എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്നറിയാം. അപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ക്രിസ്മസ് ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗീച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും പള്ളിയിലേക്ക് പോയി രാത്രിയായപ്പോൾ. അപ്പോൾ ഞങ്ങൾ കോടാലിക്ക് അടുത്തുള്ള കൊടുങ്ങ പള്ളിയിലേക്കാണ് പോയത്. അവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട്, അതൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കിടന്നു. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, മീനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് കുറച്ച് നേരം പിള്ളേരൊക്കെ അതൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയ്റോപ്ലെയിനിലേക്ക് പോവാണ് കയറാൻ. അപ്പോൾ എയ്റോപ്ലെയിനൊക്കെ കയറി ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ, ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ എത്തിയത് ഗെയിം കോർണറിലേക്കാണ്. അപ്പോൾ ഗെയിം കോർണറിൽ ഞങ്ങൾ അധികം നേരം നിൽക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് നേരെ കടന്നപ്പോൾ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയുടെ ഉള്ളിൽ കയറി കുറച്ച് നേരം സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചു. നമ്മുടെ മുട്ട ബജ്ജി, ഫിഷ് കട്ട്ലേറ്റ്, കോളിഫ്ലവർ, അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരാളെ കണ്ടു, യക്ഷിനെ കണ്ടു ഗൈസ്. അങ്ങനെ യക്ഷിക്കഥയും കേട്ട് ഒരു അഡ്വഞ്ചറസ് റൈഡൊക്കെ നടത്തി ഞങ്ങളൊരു 3 മണിയോടുകൂടി വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഈവിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയി കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.